AU ബാങ്ക് ആദ്യമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള FD ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു കാർഡിൻ്റെ പേര് AU നോമോ ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ഈ കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അപ്രൂവൽ കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു കാർഡ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും മാറ്റർ അല്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ഈ ഒരു കാർഡിന് അപ്രൂവൽ കിട്ടുന്നതാണ്. സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഇനി അഥവാ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലും ബാങ്കിൻ്റെ പല ഇൻറ്റേർണൽ പോളിസി എല്ലാം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചിലപ്പോൾ താഴോട്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു കാർഡിൻ്റെ കേസിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കാർഡിന് അപ്രൂവൽ കിട്ടുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, ഈ ഒരു കാർഡിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസും റെയിൽവേ ലോഞ്ച് ആക്സസും എല്ലാം കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന സ്പെൻസിന് നല്ലപോലെ റിവാർഡ്സും കിട്ടുന്ന ഒരു കിടിലൻ FD ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ട്രീയിൽ ചെന്നാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും ബാക്കിയുള്ള ചാർജസും കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു പേജിലാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ഒരു കാർഡിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല നോമോ എന്ന് കാണാം. പിന്നെ കാർഡ് ഹോൾഡറുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡാണ്. നമുക്ക് UPI ട്രാൻസാക്ഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു കാർഡിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് ഏകദേശം 500 റിവാർഡ് പോയിൻറ്റ്സ് ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനകം നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കണം. മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസത്തിനകം തന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു കാർഡ് ഡിസേബിൾ ആകുന്നതാണ്. RBIയുടെ പുതിയ റെഗുലേഷനാണ്. പിന്നെ ഈ ഒരു കാർഡ് വഴി നിങ്ങൾ ചെയ്യുന്ന റിവാർഡ്സ്, സ്പെൻസിന് കിട്ടുന്ന റിവാർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും, അതായത് റീറ്റെയിൽ പർച്ചേസസിന് 100 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ 100 രൂപ ചിലവഴിക്കുന്ന സമയത്ത് 50 പൈസ റിവേഴ്സ് ആയിട്ട് കിട്ടും. പിന്നെ 1 റിവാർഡ് പോയിന്റ് നമുക്ക് എല്ലാ 100 രൂപയും യൂട്ടിലിറ്റി അതുപോലെ ഇൻഷുറൻസ് ട്രാൻസാക്ഷൻസിന് കിട്ടുന്നുണ്ട്. അതായത് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും അതുപോലെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 100 രൂപയ്ക്ക് 1 റിവാർഡ് പോയിന്റ്, അതായത് 100 രൂപ ചിലവഴിക്കുമ്പോൾ 25 പൈസ റിവേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പല ക്രെഡിറ്റ് കാർഡ്സും റിവാർഡ്സും തരാറില്ല. പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിൽ റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ക്യാഷ് അതുപോലെ തന്നെ റെൻറ്റ്, എഡ്യൂക്കേഷൻ, പിന്നെ ഗവൺമെൻറ് സ്പെൻസ്, EMI, ഫ്യൂവൽ, BBPS ട്രാൻസാക്ഷൻ ഇത്തരത്തിൽ റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതല്ല. കാർഡ് ഹോൾഡേഴ്സിന് മാക്സിമം 100 റിവാർഡ് പോയിന്റ്സ് ആണ് ഈ ഒരു യൂട്ടിലിറ്റി അതുപോലെ തന്നെ ടെലികോം സ്പെൻസിലെല്ലാം ഏൺ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു കാർഡിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 25,000 രൂപ റീറ്റെയിൽ സ്പെൻഡ് കാറ്റഗറിയിൽ നിങ്ങൾ ഒരു ക്വാർട്ടറിൽ, അതായത് 3 മാസം കൊണ്ടും 25,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 500 റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നതാണ്. അതൊരു 125 റുപ്പീസിന് ഈക്വൽ ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ അഡീഷണൽ ആയിട്ട് മറ്റൊരു 500 റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടും 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ റീറ്റെയിൽ സ്പെൻസ് കിടക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റിവാർഡ് പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നിങ്ങളുടെ കാർഡിൽ 10,000 റുപ്പീസ് മാത്രമാണ് ലിമിറ്റെങ്കിൽ ഈ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ലിമിറ്റ് നിങ്ങൾ പിന്നെ കാർഡിൽ വെക്കേണ്ടതായിട്ട് വരും. 10,000 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് FD ഇടാവുന്നതാണ്. മാത്രമല്ല 20,000 30,000 ഒക്കെ നിങ്ങൾക്ക് FD ഇടാവുന്നതാണ്. സോ ഇറ്റ്സ് അപ് ടു യു. പിന്നെ നമുക്ക് ഫ്യൂവൽ അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇതിനൊന്നും നമുക്ക് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ആകുന്നതല്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഫോറക്സ് ഫീ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. പല കാർഡ്സും 3.5% എടുക്കുന്ന സമയത്താണ് ഇവിടെ 0.99% മാത്രമാണ് ഫോറക്സ് ഫീ വരുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഫോറിൻ സൈറ്റുകളിലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം 3.5% ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, 0.99% മാത്രം കൊടുത്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് ആണ് നമുക്കിതിൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. ഇത് കിട്ടുന്നതിനായിട്ട് നമ്മളൊരു ക്വാർട്ടർലി 30,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് ഈ ഒരു ലോഞ്ച് ആക്സസിന് നമ്മൾ എലിജിബിൾ ആവുകയുള്ളൂ. മാത്രമല്ല 2 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് അല്ല കിട്ടുന്നത്. ഇന്ത്യക്കകത്തുള്ള ഡൊമസ്റ്റിക് എയർപോർട്ട്സിൽ നിങ്ങൾക്ക് ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും ഒരു വർഷം നിങ്ങൾക്ക് ടോട്ടലി 8 ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ക്വാർട്ടർലി 2 വെച്ചിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിൽ ഈ ഒരു 30,000 എന്നുള്ളത് അവരൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 20,000 രൂപ സ്പെൻഡ് ചെയ്താലും മതി. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ 10,000 റുപ്പീസിൻ്റെ കാർഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പോലും യു ക്യാൻ ഈസിലി ഓവർകം ദിസ് ക്രൈറ്റീരിയ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ നമുക്ക് റെയിൽവേ ലോഞ്ചും കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ലോഞ്ചസ് ഒക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങൾ പ്രത്യേകിച്ച് താജ്മഹലൊക്കെ കാണാൻ പോകുകയാണെങ്കിൽ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെല്ലാം ലോഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ചും റെയിൽവേ ലോഞ്ചും വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇവിടെയും നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ക്വാർട്ടർലി 2 റെയിൽവേ ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ ആഡ് ഓൺ കാർഡ് ഹോൾഡേഴ്സിനും ഇത്തരത്തിൽ റെയിൽവേ ലോഞ്ച് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അതും നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ 400 രൂപയ്ക്കും 5,000 രൂപയ്ക്കും ഇടയിലായിരിക്കണം നിങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടത്.
പരമാവധി നിങ്ങൾക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ 100 രൂപ വരെ ഇത്തരത്തിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ അപ്ഡേറ്റും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ആദ്യമായിട്ടാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് റെഡീം ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഔച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ മെർച്ചൻഡൈസ് പിന്നെ റീചാർജസിനൊക്കെ നമുക്ക് ഈ ഒരു ഇവരുടെ റിവാർഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനും ഹോട്ടൽ ബുക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാർഡ് ലിയാബിലിറ്റി കവർ നമുക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിലോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോൺടാക്ട്ലെസ് കാർഡാണ്. നമുക്ക് പിന്നെ പേയ്മെൻ്റ് ഒക്കെ 5000 റുപ്പീസ് വരെ എല്ലാം പിന്നില്ലാതെ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത് 199 രൂപ പ്ലസ് GST ആണ്. ആനുവൽ ഫീ 2ാമത്തെ വർഷം മുതൽ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. സോ അത് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർഡ് കിട്ടുന്നത്. എടുക്കുന്ന സമയത്ത് മാത്രം 199 രൂപ പ്ലസ് GST കൊടുക്കണം. അത് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമല്ല. കാരണം 500 റിവാർഡ് പോയിൻറ്റ്സ് ഈ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതൊരു 125 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ ചെറിയൊരു ചാർജ് മാത്രമേ ജോയിനിങ് ഫീ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പിന്നെ കൊടുത്തിട്ട് എടുക്കുന്ന കാർഡായതുകൊണ്ട് തന്നെ നമ്മളൊരു സേവിങ്സ് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാർഡിൻ്റെ കേസിലും വരുന്നത്. പക്ഷേ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ 10,000 റുപ്പീസ് ഇടുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ ഇതൊരു കാർഡിൻ്റെ രൂപത്തിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു 10,000 യൂസ് ചെയ്യാൻ വീണ്ടും ബില്ല് റീപേ ചെയ്യുക, വീണ്ടും അതേ ലിമിറ്റ് ഉണ്ടാകും, വീണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസും റെയിൽവേ ലോഞ്ച് ആക്സസും അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് റിവാർഡ്സ് ആയിട്ടെല്ലാം നിങ്ങൾക്ക് എക്സ്ട്രാ സേവിങ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലപോലെ കറക്റ്റായിട്ട് ബില്ലൊക്കെ റീപേ ചെയ്യുന്ന ആളാണെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഒരുപാട് റിവാർഡ്സും ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഓൾസോ AU ബാങ്കിൻ്റെ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം കാണാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഫ്ലൈറ്റ് ബുക്കിങ്ങോ അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് AU ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാത്രമല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം നല്ല ഓഫേഴ്സ് പലപ്പോഴും കിട്ടാറുണ്ട്. അതെല്ലാം അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിലാണ് പോസിബിൾ ആവുക. ആ ഒരു ആംഗിളിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫീസ് ആൻഡ് ചാർജസിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 199 പ്ലസ് അപ്ലിക്കബിൾ GST ചാർജൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ 25 വയസ്സിനും അതുപോലെ 65 വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം. സാലറിഡ് ആണെങ്കിൽ 21 ഇയേഴ്സ് ടു 60 ഇയേഴ്സ് ആണ് ഏജ് വരുന്നത്. ആഡ് ഓൺ കാർഡ് ഹോൾഡർ 18 വയസ്സിന് മുകളിലായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു FD ബേസിൽ എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു AU ബാങ്കിൻ്റെ നോമോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാർഡ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ലിങ്ക് ട്രീയിൽ ചെന്നാലും മുഴുവൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വീണ്ടും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഓഫർ കാർട്ട് ചാനലിൻ്റെ പിന്നെന്താ പറയുക ഇൻ്റർഫേസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വാട്സപ്പിൽ നമ്മളിങ്ങനെ ഡീൽസ് ഇങ്ങനെ ഇട്ട് വരാണ്ടില്ല. ഇതെല്ലാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കിട്ടുന്ന നല്ല കിടിലൻ ഡീലുകളാണ്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഡിസ്കൗണ്ട്സ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാണെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് വാട്സപ്പിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ബേർഡനൊന്നുമില്ല. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ്സ് വരുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.